കഷ്ടം അച്ഛാ. കുറച്ചുകൂടെ ഒക്കെ നിലവാരമാവാം. ആ പിന്നെ ഇതുങ്ങള് രണ്ടും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത രണ്ടെണ്ണോ. അല്ല നന്ദി, ഇവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കൊന്നും അറിയണം. പറയ ഹരിത, നീ ഇപ്പൊ എന്തിനാ ഡ്രസ്സുകൾ ചുട്ടുകരിച്ചത്? എന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു. എന്റെ ഡ്രസ്സിന്റെ കൂടെ അവളുടെ ഡ്രസ്സ് ഇട്ടതും കഴുകിയതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ നിന്ന് 3 നേരം തിന്നുന്നുണ്ടല്ലോ. സ്വാദിഷ്ടമായ ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് നന്ദിനിയാ. അതെങ്ങനെയാടി നാണമില്ലാത്ത തിന്നാൻ നിന്നെ കൊണ്ട് പറ്റുന്നത്? അതിന് അവൾ ഈ വീട്ടിലെ സെർവന്റാ. സെർവന്റ് ചെയ്യേണ്ട ജോലി അത്. ഹരിത പറഞ്ഞാലും കാര്യമില്ലേ? അവൾക്ക് പകരം ഏത് ജോലിക്കാരിയായാലും അതൊക്കെ ചെയ്യേണ്ട തന്നെയാ. ഓഹോ, അപ്പൊ അതാണ് യഥാർത്ഥ പ്രശ്നം. അല്ല അങ്കിളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. അങ്കിളും ആന്റിയും ഇവളെ ലോകം കാണിക്കാതെയാണോ വളർത്തിക്കൊണ്ടിരുന്നത്? അല്ല, അമേരിക്കയിലും പുറത്തുള്ള ആളൊക്കെ കാണുമല്ലോ. അല്ല, അവരൊക്കെ ആയിട്ട് ഇടപെടുമ്പോ എങ്ങനെയായിരുന്നു മോള്? അല്ല, ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ദേഹത്ത് ആരും മുട്ടില്ലായിരുന്നോ? അപ്പൊ ആ നിമിഷം തന്നെ അവരെയും കത്തിക്കോ? അല്ല, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നടക്കേണ്ടി വന്ന അവൾക്ക് വേണ്ടി പ്രത്യേക സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുമായിരുന്നോ? അതോ മോളുടെ ദേഹത്ത് അറിയാതെ മുട്ടിപ്പോയവരെ ഉടനെ തന്നെ അങ്ങ് കശാപ്പ് ചെയ്യായിരുന്നോ? പറയങ്കിൾ. അല്ല, കാരണം ഞാൻ ഇത്രയും പരിഷ്കാരിയ ഒരു പെൺകുട്ടിയെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. സൂര്യ, നിന്റെ പരിഹാസം വേണ്ട. ആ അയ്യോ, പരിഹസിച്ചെന്ന് മനസ്സിലായി അല്ലേ? പരിഹസിച്ചത് തന്നെയാ. ഇവളെ എത്രയ്ക്ക് പരിഹസിച്ചാലും എനിക്ക് മതിയാവില്ല. സൂര്യ, നിനക്കേ നിന്നെ കുറിച്ചുള്ള ധാരണ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് നിന്നെ കുറിച്ചുള്ള ധാരണ വെറും വട്ടപൂജ്യം. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പത്മാ മേഡത്തിന്റെ മനസ്സിൽ നിനക്കൊരു 1-2 മാർക്ക് കനിഞ്ഞ് അനുകരിച്ച് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ നിന്റെ അച്ഛനമ്മമാരുടെ മനസ്സിൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ പടുകുഴിയിലാടി നീ ഇപ്പൊ നിൽക്കുന്നത്. അവരത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇടി അറപ്പും വെറുപ്പും ആയിരിക്കും അവരുടെ മനസ്സിൽ പോലും. സൂര്യ, അല്ല, കുറച്ചു മുമ്പേ നീ പറഞ്ഞല്ലോ നന്ദിനി ഇവിടുത്തെ വേലക്കാരിയാണെന്ന്. വന്നു കയറിയ സമയത്ത് ആരെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് മേയാൻ നിൽക്കരുത്. നന്ദിനി എന്റെ ഭാര്യ, ഈ വീട്ടിലെ മരുവാളാ. നീ അർഹിക്കുന്ന സ്ഥാനം അവക്ക് കൊടുത്തല്ല പെരുമാറുന്നതെങ്കിൽ ഈ കിടന്ന് കത്തുന്ന ഡ്രസ്സിന് പകരം നിന്നെ എടുത്ത് ഞാനിട്ട് അങ്ങ് കത്തിക്കും. എനിക്ക് അത് യാതൊരു മടിയുമില്ല. ഇവിടെ ഈ പത്മാ മേഡത്തിനോട് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. നന്ദിനി താമ്പാ. അതെ, സത്യം പറഞ്ഞ ഇവളുടെ ഡ്രസ്സുകൾ കൂട്ടി വരച്ചിയ തന്റെ ഡ്രസ്സുകളില്ലേ, അതെടുത്ത് ഇതുപോലെ ചാരമാക്കി കളയേണ്ടതാ. പക്ഷേ ഇവളെ അമേരിക്കയിൽ നിന്ന് പഠിച്ച വൃത്തികളിലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ആ താമ്പാ. അതെ, പെൺകുട്ടികളെ വളർത്തുന്നതിന് ആർക്കെങ്കിലും ക്ലാസ് ആവശ്യമുണ്ടെങ്കിലേ ആന്റിയുടെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. അല്ല, ഒന്ന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാ ഈ മുതലിനെ പരുവപ്പെടുത്തി എടുത്തതെന്ന്. നന്ദിനി. സൂര്യ, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. ഉറപ്പിച്ചോ? ഞാൻ ഈ വീട്ടില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ബഹളം വെക്കുന്നവനും കുഴപ്പക്കാരനുമൊക്കെ ആണെന്നാണല്ലോ താൻ പറയാറ്. ആ, ഇപ്പൊ എന്താണോ തനിക്ക് തോന്നുന്നത്?
ഇപ്പൊ ഉണ്ടായ ഈ പ്രശ്നങ്ങളിൽ ഞാൻ സംസാരിച്ചത് ശരിയാണോ തെറ്റാണോ? എടോ തന്നോടാ ഞാൻ ചോദിച്ചേ. ഇപ്പൊ സാറ് ചെയ്ത ശരിയാ.